ഇട്ടിരിക്കുന്ന ഫ്രോക്കിലേക്ക് നോക്കുന്തോറും എന്തിനെന്നറിയാത്ത ഒരു നാണം അവളെ പൊതിഞ്ഞു. ആ വേഷത്തിൽ തീർത്തും മറ്റൊരാളെ പോലെ. നീളമുള്ള മുടിച്ചുരുളുകൾ ഒരിക്കൽ കൂടി വിടർത്തിയിട്ടു. കണ്ണാടിയിലേക്കായി മുഖമുയർത്തി നോക്കിയ നിമിഷം തന്നെ അവളെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ചു. ആ മുടിയിഴകളിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ശ്വസിച്ചു ആദി. മിഴികൾ ഇറുകെ അടച്ചു. ഇടുപ്പിലായി അവളുടെ ഇരുകൈകളും മുറുകി. പ്രണയം കൊണ്ട് അവനെ കീഴ്പ്പെട്ടു പോവുകയാണ് മീര. പ്രണയം എന്താണെന്ന് അവനിൽ നിന്ന് അറിയുകയാണ്. പ്രണയിക്കുന്നവന്റെ ഒരു നോട്ടം കൊണ്ടുപോലും വിവശയാക്കപ്പെടുന്ന അവൾ അറിഞ്ഞു. അവന്റെ ചേർത്ത് പിടിക്കലുകൾക്ക് പോലും ശരീരത്തെ ഒന്നാകെ ത്രസിപ്പിക്കാൻ കഴിയുമെന്നവൾക്ക് ബോധ്യമായി. യുവർ സ്മൈൽ ലൈക്ക് എ സാൻഡൽ. പതിയെ ഒരു സ്വകാര്യം പോലെ മന്ത്രിച്ചവൻ അവളിലെ സുഗന്ധം ആവോളം ശ്വസിച്ചുകൊണ്ട് തന്നെ. അടുത്ത നിമിഷം എന്തോർത്തതുപോലെ ആദ്യ ഒരു ചിരിയോട് അവളെ തിരിച്ചു നിർത്തി. മുന്നിൽ നിൽക്കുന്നവളുടെ ആ രൂപത്തിൽ അവന്റെ മിഴികൾ വിടർന്നുപോയി. ആദിക്ക് അവളെ ശ്വാസം വിലങ്ങുവോളം ചുംബിക്കാൻ തോന്നിപ്പോയിരുന്നു. ആ നിമിഷം വരിഞ്ഞ് മുറുക്കി പുണരാൻ. ആ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്ത വിധം ഒരു നാണം അവളെ പൊതിഞ്ഞു. കവിളുകൾ ചുവന്നു. ഒന്ന് നോക്കി, എന്റെ കിളിക്കുഞ്ഞിപ്പോഴാ ശരിക്കും കുഞ്ഞായേ. ആദ്യം അവളുടെ ഇരുചുമലിലുമായി കൈവച്ചുകൊണ്ട് പറഞ്ഞു. മിഴികൾ വിടർത്തി അവനെയൊന്ന് നോക്കി മീര. ചിരിയോടെ നിൽക്കുന്നവനെ കാണെ വീണ്ടും ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചവൾ. ആദ്യം ഉറക്കെ ചിരിച്ചു പോയിരുന്നു. ആ നിമിഷം തെല്ലൊരു കൗതുകത്തോടെ മീര അവരെ നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉറക്കെ ചിരിച്ചു കാണുന്നത്. അതിന്റെ ഒരു അത്ഭുതമാണ് ആ കണ്ണി. ഇങ്ങനെ നോക്കല്ലടി പെണ്ണ്, എനിക്ക് നിന്നെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നിപ്പോവാ. ഒരു നിമിഷം അവളെ ചുറ്റിപ്പിടിച്ച ആ മുഖം നെഞ്ചിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു പോയവൻ. കാപ്പി കണ്ണുകൾ വിടർത്തി വെച്ചുള്ള പെണ്ണിന്റെ നോട്ടം, ആ മിഴികളിൽ നിറയുന്ന അത്ഭുതവും നിഷ്കളങ്കതയും. ആദിയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് ഇവയൊക്കെയാണ്. ഞെക്കിപ്പൊട്ടിക്കാൻ തോന്നിപ്പോകുന്ന പോലൊരു ഭ്രാന്ത്. അതിങ്ങനെ രക്തത്തിൽ കലർന്ന് സിരകളിൽ പടർന്ന് അവനെ മത്ത് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ബാൽക്കണിയിൽ നിന്നും ദൂരേക്ക് മിഴികൾ പായിച്ചു നിൽക്കുകയാണ് അൻഷി. ഒരു പട്ടാളക്കാരന്റെ ബുദ്ധിയിൽ ഉള്ളിലെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവന് ലഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴും അവൻ അലട്ടിക്കൊണ്ടിരുന്ന പലതുമുണ്ടായിരുന്നു. ആ മാഗസിൻസിൽ കണ്ട ലോഗോ, ആ ലോഗോയെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലഭിച്ച ഉത്തരം ആഫ്രിക്കൻ പ്രാചീന മനുഷ്യരുടെ എന്തോ റിച്വലിന്റെ ഡീറ്റെയിൽസ് ആണ് വന്നത്. 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന എന്തോ ട്രീറ്റ്മെന്റ് ആണത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പർട്ടിക്കുലർ ഗോത്രത്തിൽപ്പെട്ടവർ ചെയ്തു വന്നിരുന്ന ഒരു റിച്വൽ. ഒരു മനുഷ്യനെ അമരനാക്കി തീർക്കുന്ന ശരീരത്തിൽ നിന്നും ആത്മാവിനെ പോലും വിഘടിപ്പിച്ചു മാറ്റാൻ സാധിക്കുന്ന ഒരു തരം സൂപ്പർസ്റ്റിഷൻ. ഇന്നും ആ റിച്വൽ ഫോളോ ചെയ്തു വരുന്നവരുണ്ട് എന്നാണ് അത്ഭുതം. പക്ഷെ സാധാരണ മനുഷ്യനൊന്നും അതിനായിട്ട് ഇറങ്ങി പുറപ്പെടാറില്ല. 6 മാസം നീണ്ടു നിൽക്കുന്ന ആ ചടങ്ങിൽ എവിടെയെങ്കിലും പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മരണമാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഗൂഗിളിൽ പോലും അവരുടെ ആചാരം എന്താണെന്നോ അതിലെ ചടങ്ങുകൾ എന്താണെന്നോ പറഞ്ഞില്ല. തീർത്തും രഹസ്യമാണത്. ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യന്റെ യുക്തിക്കപ്പുറം നിൽക്കുന്ന ചില സത്യങ്ങൾ. എന്നാൽ പോലും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല രുദ്രനും ആ ടാറ്റു ലോഗോ ആദി ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഒരു കാര്യം അവന് ഉറപ്പാണ്, ഒരു ചങ്ങലയിലെ കണ്ണികളാണ് ഇരുവരുമെന്ന്. ഓരോന്നോർക്കുന്തോറും അവന്റെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ആദ്യമായിട്ടൊന്നും പറഞ്ഞില്ല ഏട്ടാ. സത്യ അയാളുടെ പ്രതികാരം ചെയ്തു, അതും നിരപരാധികളായ 4 പേരെ കൊന്നിട്ട്. അതിൽ നിന്ന് ന്യായമാണുള്ളത്. അവരാരുമല്ലല്ലോ അയാളുടെ മകനെ ഇല്ലാതാക്കിയത്. അയാളുടെ പ്രതികാരം നമുക്ക് ന്യായമായിട്ട് തോന്നില്ല അഗ്നി. ഒരു നോർമൽ മനുഷ്യന്റെ ചിന്താഗതി അല്ല അയാൾക്ക്. ഹീസ് എ സൈക്കോ. അയാളുടെ പ്രതികാരം അല്ല, അവരുടെ പ്രതികാരം ഇനിയും ബാക്കിയാണ് അഗ്നി. സത്യയുടെ കാര്യം ശരി, അതിൽ മീരയുടെ കുടുംബം വന്നുവിട്ട എങ്ങനെ? സത്യയുടെ ഭാര്യ, അവർക്ക് എന്ത് സംഭവിച്ചു? മീര എങ്ങനെ ചന്ദ്രശേഖരന്റെ മകളായി? ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അവരിൽ നിറഞ്ഞു. കൊച്ചിയിൽ നടക്കിയ തുടർക്കൊലപാതകങ്ങൾ അന്വേഷിക്കുന്നതിനായി ഡൽഹിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥനായിരുന്നു വാസുദേവ് അയ്യർ. കൂടെ അദ്ദേഹത്തിന്റെ ഫാമിലിയും. ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ തന്നെയായിരുന്നു എല്ലാവരും. സൂര്യയുടെ വിയോഗം തീർത്ത വേദനയിൽ ഉള്ളുരുകി ജീവിച്ച ഗായത്രിക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. കേസ് അന്വേഷിച്ചു തുടങ്ങിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതി ആരാണെന്ന കാര്യത്തിൽ വാസുദേവ് അയ്യർക്കൊരു ധാരണയുണ്ടായിരുന്നു. സത്യാണ് താൻ അന്വേഷിക്കുന്ന കൊലപാതകയെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അയാളിൽ നിന്നും നടന്ന കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതാണ് വാസുദേവ് അയ്യർ. എല്ലാം കേട്ടുകഴിഞ്ഞതും നിയമത്തിന് മുന്നിൽ കീഴടങ്ങണമെന്ന് അയാളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്റെ ദൈവം പറഞ്ഞ പൂർണ്ണമായ സത്യം അനുസരിക്കാൻ തയ്യാറായിരുന്നു. കേസിൽ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന ചന്ദ്രശേഖരനോട് എല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു. ചന്ദ്രശേഖറും ഭാര്യ ഗൗരിയുമായും ആ കുടുംബത്തിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. മക്കളില്ലാതിരുന്ന ഗൗരിക്ക് മീരയുടെ ഒരു പ്രത്യേക വാത്സല്യം തന്നെയായിരുന്നു. സത്യയോട് കീഴടങ്ങാൻ അയ്യർ ആവശ്യപ്പെട്ടെങ്കിൽ പോലും മകനായി സ്നേഹിച്ച സൂര്യ ഇല്ലാതാക്കിയ ഒരാളെയും അയ്യറും വെറുതെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. സൂര്യയുടെ മരണത്തെക്കുറിച്ച് MH ഹോസ്പിറ്റലിനെതിരെ അന്വേഷണം ആരംഭിക്കാനായിരുന്നു വാസുദേവ് അയ്യരുടെ തീരുമാനം. എല്ലാം ചന്ദ്രശേഖരനോടും വാസുദേവ് അയ്യർ പറഞ്ഞിരുന്നു. വാസുദേവ് അയ്യരുടെ നീക്കങ്ങൾക്ക് മുത്തശ്ശനെയും വല്യച്ഛനെ അറിയിച്ച അയാളാണ്. എല്ലാം അറിഞ്ഞ രാത്രി മുത്തശ്ശനും വല്യച്ഛനും ഏർപ്പെടുത്തിയ ആളുകളാണ് കുടുംബത്തെ. വാസുദേവ് അയ്യരും ശ്രീദേവിയും ഗായത്രിയും മീരയും മാത്രമുള്ള രാത്രി. രുദ്രന്റെ മനുഷ്യ അവരുടെ മുത്തശ്ശിയോടൊപ്പം പാലക്കാടായിരുന്നു. സത്യലോടുമായിട്ട് എവിടെയോ പോയിരുന്നു.
സത്യ തിരിച്ചെത്തിയ പകൽ ആരും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അയാൾക്കും അറിയില്ല. ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ചന്ദ്രശേഖർ അയ്യറാണ് കൂടെ നിന്ന് ചതിച്ചെന്ന് മനസ്സിലാക്കി സത്യ കാത്തിരിക്കുകയായിരുന്നു രുദ്രൻ അൻഷും കൂടെ എത്തുന്നതിനായി. അന്ന് രാത്രി ചന്ദ്രശേഖർ അയ്യർ ഇല്ലാതാക്കാനെത്തിയ രാത്രി. അന്നാണ് മീര അവരുടെ അപ്പുവാണെന്ന് അയാളിൽ നിന്ന് അവർ 3 പേരും അറിയുന്നത്. അയാളെ ഇല്ലാതാക്കിയ സത്യയാണ്. അപ്പോഴാണ് മീരെല്ലാം കണ്ടവിടെ എത്തുന്നത്. അവളവിടെ ഉണ്ടായിരുന്നെന്ന് മൂവര് അറിയുന്ന അപ്പോഴാണ്. അന്ന് രുദ്രൻ അൻഷ അവളിൽ നിന്ന് മറഞ്ഞു നിന്നു. സത്യയായിരുന്നു അവൾ കണ്ടത്. പക്ഷെ അവരൊട്ടും പ്രതീക്ഷിക്കാതെ മീര രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഓടി. പുറകെ ചെന്ന് നോക്കിയെങ്കിലും ആദ്യം അപ്പോഴേക്ക് അവളെയും കൊണ്ട് ഇവിടേക്ക് തന്നെ വന്നു. പറഞ്ഞുകൊണ്ട് അജു ദീർഘമായി നിശ്വസിച്ചു. നമ്മുടെ മുത്തശ്ശനും വലിയച്ഛനും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയും നിനക്ക്? വാസുദേവയർക്ക് 2 അമ്മമാർക്ക് എന്ത് സംഭവിച്ചാണെന്ന് ഇന്നും അവർക്ക് ആർക്കും അറിയാത്തതുകൊണ്ട് അവരെവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുമുണ്ട്. അജു പറഞ്ഞു നിർത്തിയതും വാക്കുകൾ ഏതുമില്ലാതെ നിൽപ്പായിരുന്നു അഗ്നി. സത്യം ചെയ്ത് തെറ്റാണെങ്കിലും അതിലും വലിയ തെറ്റ് ചെയ്തവരാണ് ഇവിടെയുള്ളവരെന്ന് അവന് ബോധ്യമാണിപ്പോൾ. ആദിയുടെ മടിയിലേക്ക് ചാഞ്ഞിരുന്നത് അവന്റെ കഴുത്തിലേക്കായി മുഖം അമർത്തി വെച്ചിരിക്കുകയാണ് മീര. നാസികയിലേക്ക് തുളച്ചു കയറുന്ന അവന്റെ വിയർപ്പും പെർഫ്യൂമും കലർന്ന സുഗന്ധം. ഓരോ നിമിഷവും മറ്റേതോ ലോകത്തായിരുന്നു അവൾ. ആദ്യം അവളും മാത്രമുള്ളൊരു ലോകം. അവന്റെ കഴുത്തിൽ പലതവണ അവളുടെ ചുണ്ടുകൾ അമർന്നു. ആദിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരിയാണ്. അവളുടെ ചുണ്ടുകളുടെ ചൂടും മൃദുലതയും തൊട്ടറിയും തോറും ആ ചിരിയുടെ മാറ്റ് കൂടിക്കൊണ്ടിരുന്നു. അപ്പു, എന്തുപറ്റി? പതിയെ, അത്രയും പതിയെയാണ് അവൾ പറഞ്ഞത്. ആ മറുപടി തന്നെയാണ് സത്യവും. തനിക്ക് എന്താണ് പറ്റുന്നതെന്ന് മീരയ്ക്കും അറിയുന്നില്ല. ഓരോ നിമിഷവും ഓരോ അനുഭൂതിയാണ്. തനിച്ചായിപ്പോയ മീരയിൽ നിന്നും ആദിയുടെ മാത്രം കിളിക്കുഞ്ഞായി മാറിയിരിക്കുകയാണ് അവൾ. അതെന്താ അറിയാത്ത? പറയുന്നേ. അവന്റെ ചുണ്ടുകൾ അവിടെ കവിളിൽ അമർന്നു. സത്യം, എനിക്കറിയില്ല. എനിക്ക് എന്തൊക്കെയോ ആദിയേട്ടൻ. എന്തു പറയണമെന്നറിയാതെ ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചു പെണ്ണ്. ഒരു നിമിഷം ആദിയുടെ കൈകൾ അവളിൽ മുറുകി. പ്രണയമാണ് അപ്പു. അതിലും അപ്പുറമുള്ള എന്തോ. എനിക്കിങ്ങനെ ആദ്യമാണ്. എന്നെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അല്ല, ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇത്രമേൽ കരുതിയിട്ടില്ല. അവളുടെ കണ്ണുനീരിനാൽ തന്റെ കഴുത്ത് നനയുന്ന അവൻ അറിഞ്ഞു. മിഴികൾ ഇറുകെ അടച്ചു പിടിച്ച് അവളുടെ മുടിയിൽ പതിയെ തഴുകി കൊടുത്തുകൊണ്ടിരുന്നു ആദി. അത്ര വേഗം മനസ്സ് തുറക്കില്ല അവളെന്നറിയാം. ഇതുപോലെ എപ്പോഴെങ്കിലും പറയുമ്പോൾ അവളുടെ കണ്ണുനീർ തീർക്കുന്ന അസ്വസ്ഥതയിലും ആദ്യം മൗനം പാലിച്ചു. അവൾക്ക് നല്ലൊരു കേൾവിക്കാരം മാത്രമാവും. കരയില്ല അപ്പു, നീ കരഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അവന്റെ വാക്കുകൾ കണ്ണീരിനിടയിലും അവളിലൊരു പുഞ്ചിരി തെളിഞ്ഞു. ഇല്ല, ഇത് സന്തോഷം കൊണ്ടാ. ഇങ്ങനെ ഒരാളെ തരാൻ വേണ്ടിയാവും എന്നെ ഒത്തിരി ഈശ്വരൻ വേദനിപ്പിച്ച്, അല്ലേ? കണ്ണുകൾ അമർത്തി തുടച്ച് ചിരിയോടെ പറയുന്നവളെ എത്ര കണ്ടിട്ടും മതി വരാത്തതുപോലെ ആദ്യം നോക്കിയിരുന്നു. അടുത്ത നിമിഷം അവളുടെ മുഖമൊന്നാകെ ചുണ്ട് ചേർത്ത് വെച്ച് ചുംബിച്ചവൻ ഭ്രാന്തമായി, തീവ്രമായി. താടിയും മുടിയും കവിളിൽ കുത്തിയിറങ്ങി അവളിൽ നോവ് തീർത്തു. കൈകൾ അവന്റെ പുറത്തു മുടിയിലുമായി മുറുകി. ആദിയുടെ ചുണ്ടുകളുടെ ചലനത്തിൽ ശരീരമൊന്നാകെ വിറക്കുന്നത് പോലെ അവളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മൂളലുകൾ പോലും അവനിൽ ആവേശം നിറച്ചു. ഇരുകൈയിലുമായി ആ മുഖം വാരിയെടുത്ത് ആ മിഴികളിലേക്ക് ഉറ്റു നോക്കിയവൻ. കണ്ണുകൾ വല്ലാതെ ചുവന്ന് കലങ്ങി. തീവ്രമായ അനുരാഗത്തിന്റെ മറ്റൊരു ഭാവം. അപ്പു, ആദിയുടെ വിളിയിൽ ചുംബനത്തിന്റെ ആരസ്യതയോടൊന്ന് മൂളിയവൾ. അടുത്ത നിമിഷം ആദ്യ ആദരങ്ങളൊന്നാകെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ചു. മീരയുടെ കൈകൾ അവന്റെ ടീഷർട്ടിലായി മുറുകി. മറുകൈ അവന്റെ കഴുത്തിലും കവിളിലുമായി ഒഴുകി. ഏതോ മാത്രയിൽ അധരങ്ങൾ ആദിയുടെ ചുണ്ടിനെയും തിരികെ നുകർന്നു തുടങ്ങിയ നിമിഷം അവളെ കടിച്ച് നുണയുന്നവന്റെ അധരങ്ങളുടെ ചലനം നിശ്ചലമായി. തന്റെ കിളിക്കുഞ്ഞും തന്നെ തിരികെ ചുംബിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ശരീരമൊന്നാകെ വെട്ടി വിറക്കുന്നത് അവൻ അറിഞ്ഞു. ഹൃദയം മിടിക്കാൻ പോലും മറന്നു പോയതുപോലെ യാതൊന്നും അറിയാതെ അവനെ നുകർന്നെടുക്കുകയായിരുന്നു മീര. ആദിയുടെ ഇടുപ്പിലും നെഞ്ചിലുമായി മീരയുടെ കൈകൾ ഒഴുകി. അവളുടെ ഉള്ളിലെ പ്രണയം മുഴുവനും ആ ചുംബനത്തിലൂടെ അതിന്റെ തീവ്രത മുഴുവനും അറിയിക്കുകയായിരുന്നവൾ. ആദിയുടെ ശ്വാസം വിങ്ങി. കണ്ണുകൾ ചുവന്ന് കലങ്ങി. ദിവ്യമായ ഏതോ അനുഭൂതിയിൽ മിഴികൾ കൂമ്പിയടഞ്ഞു. ആ ചുംബനം അവസാനിപ്പിച്ചുകൊണ്ട് മീര അവന്റെ കഴുത്തിൽ മുഖം അമർത്തുമ്പോൾ ഇരുവരുടെയും ശരീരം ഒരുപോലെ വിയർപ്പിൽ കുതിർന്നു. പ്രണയത്തിന്റെ താപം തീർത്ത ഉഷ്ണം. ബെഡിൽ കിടന്ന് മയങ്ങുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആദ്യ ഒരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. വൈകുന്നേരമായിട്ടുണ്ട്. വെയിലിന്റെ കാഠിന്യം നന്നേ കുറഞ്ഞിരിക്കുന്നു. ആദിയുടെ മിഴികൾ കരുതലോടെ ഒരിക്കൽ കൂടി അവൾക്ക് നേരെ ചെന്നു. കിളിക്കുഞ്ഞ് തന്നെയാണ്. അമ്മക്കിളിയുടെ ചൂട് കിട്ടുമ്പോൾ മയങ്ങുന്ന കുഞ്ഞ്. അവളും അങ്ങനെയാണ്. ആദ്യ അരികിലുണ്ടെങ്കിൽ, അവന്റെ ചൂടുണ്ടെങ്കിൽ പെണ്ണ് മയങ്ങും.
പുറത്തേക്കിറങ്ങി റെയിലിങ്ങിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ ആദിയുടെ ചുണ്ടിൽ നിറഞ്ഞൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. ഉറക്കം വന്ന കണ്ണുകളെ മൂടുവോളം അവളുടെ ചുണ്ടുകൾ മുഖത്തും കഴുത്തിലുമായി എത്ര തവണ പതിഞ്ഞു എന്നവൻ അറിയില്ല. കഴിഞ്ഞ രാത്രി ഉമ്മതരാത്ത ഇഷ്ടമില്ലായിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഉമ്മകൾക്കൊരു കണക്കുമില്ലെന്ന് അവനൊരു ചിരിയോടെ ഓർത്തുപോയി. തന്റെ കിളിക്കുഞ്ഞിന്റെ നിഷ്കളങ്കതയാണ് അവിടെയും മുന്നിട്ട് നിൽക്കുന്നത്. മുന്നിൽ കാണുന്ന കടലിൽ നിന്നും വീശുന്ന കാറ്റിലുലയുന്ന നീളമുള്ള മുടിയിഴകൾ കൈവച്ചൊന്ന് ഒതുക്കി നിർത്തിയവൻ. ഒരു ബോക്സർ മാത്രമാണ് വേഷം. ഉറച്ച പേശികളുള്ള വലിയ ശരീരത്തിൽ പുറത്തു നെഞ്ചിലുമായി പടർന്നു കിടക്കുന്ന ഡ്രാഗൺ ടാറ്റു. അതിന്റെ കണ്ണുകൾക്ക് രക്തത്തിന്റെ ചുവപ്പാണെന്ന് തോന്നും. നിഗൂഢതകളേറെ ഒളിപ്പിച്ചു വെച്ചൊരു ചിത്രം. വശ്യമായ ചിരിയോടെ തന്നെ നോക്കി ബെഡിൽ കിടക്കുന്നവളെ കാണാൻ അവന്റെ ചുണ്ടുകൾ പുച്ഛത്തോടെ ഒന്ന് കൂടി. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ആർക്കു മുന്നിൽ തുണി അഴിക്കാൻ മടിയില്ലാത്തവൾ. ആദത്തിന്റെ കണ്ണിൽ താരയുടെ സ്ഥാനം അതുമാത്രമായിരുന്നു. മീരയെ കണ്ട നിമിഷം മുതൽ അവന്റെ ബെഡിലും മനസ്സിലും മറ്റൊരു പെണ്ണിന് സ്ഥാനമുണ്ടായിരുന്നില്ല. വർഷം 3 കഴിയുന്നു. ഒരു പെണ്ണിനെയും മനസ്സറിഞ്ഞ് തൊടാൻ പോലും അവന് സാധിക്കുന്നില്ല. വല്ലാതെ ഭ്രാന്തി പിടിച്ചു പോകുന്നത് പോലൊരു അവസ്ഥയിലാണ് ആദം. ആ അവസ്ഥയിൽ നിന്നും പുറത്തു വരാനുള്ളൊരു ശ്രമം. താര വന്നൊരു രാത്രി ഒന്നിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദം നിരസിക്കാതിരുന്നു. അതുകൊണ്ടാണ് കയ്യിലെ ഗ്ലാസ്സിൽ നിന്ന് ഒരൽപ്പം മദ്യം നുണഞ്ഞുകൊണ്ട് അവൻ ആ ഗ്ലാസ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. നിശബ്ദതയോടെ നിലത്ത് വീണു പൊട്ടിയതും താര ഒന്ന് ഭയന്നു. കണ്ണുമുഖവും ഒരുപോലെ ചുവന്നു വരുന്ന അവന്റെ മുഖം ഒരു വന്യമൃഗത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള അവന്റെ നോട്ടം. ഉടലാകെ ഒരു ഭയം പടർന്നു പന്തലിച്ചത് അവൾ അറിഞ്ഞു. എന്നെ ഒന്ന് ചെയ്യല്ലേ? താരയിലേക്ക് ചായം തോറും കാതിൽ ഉയർന്നു കേൾക്കുന്ന മീരയുടെ പതിഞ്ഞ ശബ്ദം. മിഴികൾ ഇറുകെ അടച്ച് മനസ്സിനെയും ശരീരത്തെയും വരുതിയിൽ നിർത്താൻ ശ്രമിച്ചു നോക്കിയവൻ കണ്ണുകൾ തുറന്ന് മറ്റൊരുവളുടെ നഗ്നതയിലേക്ക് നോക്കും തോറും അവനുള്ളിൽ വീണ്ടും ആ മുഖം തെളിഞ്ഞു വന്നു. പേടിച്ചു വിറച്ച് ക്ലാസ് റൂമിന്റെ ഭിത്തിയിൽ ചാരി കരഞ്ഞു ചുവന്നൊരു മുഖം. ആ നിമിഷം തന്നെ അറപ്പോടെ ആ ശരീരത്തിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു ആദം. ഒരു ഭ്രാന്തനെ പോലെ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് ഗ്ലാസ് ടേബിളിൽ ആഞ്ഞടിച്ചതും വലിയൊരു ശബ്ദത്തോടെ തകർന്നു വീണു. നഗ്നമായ ശരീരം പുതപ്പിനാൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഭയത്തോടെ പിടഞ്ഞെഴുന്നേറ്റവൻ. രാക്ഷസനെ പോലെ അലറി വിളിക്കുന്നവൻ, ചുറ്റുമുള്ളതൊക്കെയും തകർത്ത് നശിപ്പിക്കുന്നവൻ. എന്തു ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയിരുന്നു താര. ഭയം കൊണ്ട് ഉടലാകി വിറക്കും പോലെ. അടുത്ത നിമിഷം ഒരു കാറ്റുപോലെ ഡോർ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു പോകുന്നവനെ കാണി ആശ്വാസത്തോടെ ആഞ്ഞൊന്ന് ശ്വാസമെടുത്തു. അവന്റെ ആ ഭാവത്തിലും പ്രവൃത്തിയിലും ഭയന്ന താര പിന്നെ അവിടെ നിന്നില്ല. മീരമോളയും കൊണ്ട് അവൻ എവിടേക്ക് അജു പോയത്? ആരോടും പറയാതെ ഇനി തോന്നിയ പോലെ നടന്നാൽ മതി അവന്. ഇന്ദ്രന് തന്റെ ദേഷ്യം അടക്കാനാവാതെയാണ് അജുവിനോട് ചോദിച്ചത്. ഒരു വേള അവനും വല്ലാത്ത ദേഷ്യം വന്നു പോയിരുന്നു. അത്രയും കാലം ബഹുമാനിച്ചിരുന്ന വല്യച്ഛൻ ചെയ്തു കൂട്ടിയ പാതകങ്ങളൊക്കെ ബന്ധങ്ങളൊന്നും പഴയതുപോലെ കാണാൻ കഴിയാത്തൊരവസ്ഥ. അജു, ഞാൻ ചോദിക്കുന്നതിന് ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അജുവിന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം ഉയർന്നു. ഒരു നിമിഷം ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഞെട്ടി. ആയുഷും അഗ്നി അത് പ്രതീക്ഷിച്ച പോലെ മുഖം തിരിച്ചു നിന്നു. അജു, ആരോടാ നീ? പിന്നെ ഞാൻ എന്ത് വേണം അമ്മേ? ചെറിയ കുട്ടിയല്ലാതി. അവൻ അവന്റെ ഭാര്യ കൂടി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പേരിൽ ഞാൻ അവനെ ചോദ്യം ചെയ്യണം. അന്ന് ആ പ്രശ്നം ഉണ്ടായ ദിവസം ഈ നിൽക്കുന്ന വല്യച്ഛനടക്കം അവൻ നിങ്ങളുടെ ആരും അനാഥനാണെന്ന് വിളിച്ചു പറഞ്ഞ് ഇറക്കി വിട്ടത് അവനെ. വീണ്ടും തിരികെ വന്ന് എന്നുള്ള സൗഹൃദം കൊണ്ട് മാത്ര. ഇന്നും അതെ, അവൻ പോവാണെന്ന് എന്നോട് പറഞ്ഞാ പോയത്. അതിൽ കൂടുതൽ അവനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അധികാരമില്ല, അവകാശവും. പിന്നെ മീര അവൻ കൊണ്ടുപോയത് അവളവന്റെ ഭാര്യയാണ്. ഇവിടെ അവനില്ലാത്ത ബന്ധം അവൾക്കും വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു കാണും. അത്രയും പറഞ്ഞ് ആരെയും ശ്രദ്ധിക്കാതെ ആരുടെ മറുപടിക്കും കാത്തു നിൽക്കാതെ പോകുന്നതിനെ എല്ലാവരും പകപ്പോടെ നോക്കി നിന്നു.